നമുക്ക് കൈവരേണ്ട കാര്യം അതാണ്. അതായത് അള്ളാഹു നമുക്ക് ഈ ആയുസ്സിൽ നൽകിയ ഒന്നും നാളെ പരലോകം നഷ്ടപ്പെടാൻ കാരണമാണ്. അള്ളാഹു നമുക്ക് നൽകിയ മക്കൾ പരലോകം നഷ്ടപ്പെടാൻ കാരണമാകരുത്. അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യം പരലോകം നഷ്ടപ്പെടാൻ കാരണമാകരുത്. അള്ളാഹു നമുക്ക് നൽകിയ ഒഴിവ് സമയം പരലോകം നഷ്ടപ്പെടാൻ കാരണമാകരുത്. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് ഒരു പരലോകം നഷ്ടപ്പെടാൻ കാരണമാകും. അപ്പൊ പരലോകം നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സമ്പത്ത്. അത് നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ്. പരലോകം ഈ സമ്പത്ത് മുഖേന നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ് നമ്മുടെ സമ്പത്തിലെ അഫും ആഫിയത്തും എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് ശൈത്താൻ നമ്മുടെ മുതലിൽ പങ്കാളിയാകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് പറയുകയും ഇബ്ലീസിന് ആ ഒരു സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിന്റെ ചുരുക്കം. അത് സൂറത്ത് ഇസ്രായേലിലെ 64-ാമത്തെ ആയത്തിലാണ് നമ്മൾ അത് പറഞ്ഞത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ചില ആളുകൾക്ക് നമ്മളെ ക്ലാസ് ഓൺലൈനിലൂടെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് അതിന്റെ റെക്കോർഡിങ്ങും അതിന്റെ ലൈവ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് സ്ഥിരമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ ക്ലാസ് പ്രയാസമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തതിന്റെ അതിന്റെ ഒരു ചുരുക്കം എന്താണ് എന്നൊന്ന് പറയണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ ഈ വിഷയം പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 17-64 മാത്രമാണ് നോക്കിയത് അല്ലെ. ആ ആയത്ത് മാത്രം 61 മുതൽ 65 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിശോധിച്ചത്. 17-61 മുതൽ 65 വരെയുള്ള ആയത്തുകൾ. അപ്പം ആ ആയത്തുകളുടെ ആശയം മറ്റൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അല്ലാഹു പറഞ്ഞയക്കും. അപ്പൊ സ്വാഭാവികമായും മനുഷ്യനെന്ന സൃഷ്ടി എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു? ഈ ഭൂമിയിൽ അവൻ ജീവിക്കുന്ന കാലത്ത് അവന്റെ ദൗത്യം എന്താണ്? അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തും. അപ്പൊ അള്ളാഹ് നമ്മളെ പടക്കുക മാത്രമല്ല ചെയ്തത്, മലക്കുകളുടെ കൂടെ അത്രയും കാലം അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച് മലക്കുകളുടെ കൂടെ അള്ളാഹു കൂട്ടിയിരുന്ന ഒരു ജിന്നുണ്ടായിരുന്നു. മലക്കുകളുടെ കൂടെ ഉണ്ടായിരുന്ന ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരുത്തനാണ് ഇബ്ലീസ്. ഇബ്ലീസ് കാന മിനൽ ജിന്ന്, തൊട്ടടുത്ത സൂറത്തിൽ പറയുന്നു. അപ്പൊ ആ ഇബ്ലീസിനെ അല്ലാഹു തആല പരീക്ഷണമാക്കി വെക്കുകയും ചെയ്തു. ഇതാണ് പ്രശ്നം. അത് മനുഷ്യനെ പടച്ചു എന്നത് മാത്രമല്ല, മനുഷ്യനെ പടച്ച് ഭൂമിയിലേക്ക് അള്ളാഹ് പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ മുസ്തഖറുൻ വ മതാഉൻ ഇലാഹി, ആ ഭൂമിയിലാണ് നിങ്ങളെ താവളം. അവിടെ ഒരു നിശ്ചിത സമയം വരെ നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളും ഉണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞു. മുസ്തഖറുൻ വ മതാഉൻ ഇലാഹി, ഭൂമിയിലേക്ക് വിട്ടപ്പോൾ അള്ളാഹ് പറഞ്ഞതാണ് ഭൂമിയാണ് താവളം, മനുഷ്യവർഗം താമസിക്കേണ്ട താവളം ഭൂമിയാണ്. അത് അള്ളാഹ് ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. മനുഷ്യന്മാർക്ക് ജീവിക്കാൻ ഭൂമി അല്ലാത്ത വേറെ ഏതെങ്കിലും ഭൂമി പറ്റുമോ എന്നുള്ളതൊക്കെ ഇന്ന് ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പൊ ഈ ഭൂമിക്ക് ഒരു അവസാനമുണ്ട് എന്നും ആളുകൾ സമ്മതിക്കുന്നു. ഭൂമിയെ കുറിച്ച് പഠിക്കുന്ന ആളുകളൊക്കെ ഭൂമിക്ക് അവസാനം ഉണ്ടെന്ന് സമ്മതിക്കുക. അപ്പൊ ഇനി വേറൊരു ഭൂമിയിലേക്ക് മനുഷ്യന് നിവാസം കൊടുക്കണമെങ്കിൽ അതും തീരുമാനിക്കേണ്ടത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ തൽക്കാലം ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഭൂമിയിലാണ് നമ്മൾ ജനിക്കുന്നത്, ഈ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഈ ഭൂമിയിലാണ് നമ്മൾ മരിക്കുക. ഇനി അള്ളാഹു പറയുന്നു, ഒരു ഭൂമുഖത്ത് അള്ളാഹു മനുഷ്യനെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ഫഇദാഹും ബിസ്സാഹിറ ഫഇന്നമാ ഹിയ സജറത്തുൻ വാഹിദ ഫഇദാഹും ബിസ്സാഹിറ. സൂറത്തുൽ നാസിആത്തിൽ അള്ളാഹു പറഞ്ഞതാണ്. ഒരു ഘോരമായ ശബ്ദം മാത്രമായിരിക്കും, അപ്പോഴതാ ഒരു ഭൂമുഖത്തായി കഴിഞ്ഞു എന്നാണ് അള്ളാഹു പറയുന്നത്. നിരന്ന സമനിരപ്പായ ഭൂമുഖത്ത് മനുഷ്യന്മാര് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന്. അപ്പൊ ജനിക്കുന്നതും ജീവിക്കുന്നതും വളരുന്നതും മനുഷ്യൻ ഭൂമിയിലാണ്. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിട്ടു. ഭൂമിയിൽ അവനെ ഓരോരുത്തർക്കും നിശ്ചയിച്ച ആയുസിന്റെ ഉള്ളിൽ ആവശ്യമായ വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചു എന്നാണ് അള്ളാഹു പറഞ്ഞത്. അത് മാത്രല്ല പടച്ചോൻ ചെയ്തത് എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മളെ പടച്ചു ഭൂമിയിലേക്ക് വിട്ട് മരിക്കുന്നത് വരെ ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കി വെക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ഈ വിഭവങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു ആയുസ്സിൽ അതൊരു വലിയ പരീക്ഷണം കൂടി വെച്ചു. അത് ഈ ജീവിതം, ഭൂമിയിലെ ജീവിതം കഴിഞ്ഞാൽ പിന്നീട് ശേഷമുള്ള സ്ഥിരമായ മാറ്റമില്ലാത്ത എന്നേക്കുമുള്ള ജീവിതത്തിൽ അവനെ എന്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കാനാണ് അല്ലാഹു തആല പരീക്ഷണാക്കി വെച്ചത്. അതാണ് ഇബ്ലീസ്. പറഞ്ഞതിന് ചുരുക്കതാണ്, ആ ഇബ്ലീസിനെ പറഞ്ഞയച്ചതോട് കൂടിയിട്ട് ഇബ്ലീസിന് അല്ലാഹു ചില സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിലെ സൂറത്ത് ഇസ്രായിലെ 17-ാമത്തെ അധ്യായത്തിലെ 61 മുതൽ 65 വരെയുള്ള ആയത്തുകളിലൂടെ നമ്മൾ വായിച്ചതായിരുന്നു. അപ്പൊ ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർ ആ 61 മുതൽ 65 വരെയുള്ള ആയത്തുകളൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ ആയത്തുകളിൽ നമുക്ക് ശരിക്കും കൃത്യമായി ബോധ്യപ്പെടും അള്ളാഹു നമുക്ക് നൽകിയ പലതുകൊണ്ടും പരലോകം നഷ്ടപ്പെടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് അള്ളാഹു നൽകിയ മുതല്, സമ്പത്ത് എന്നത്. ശരി, ഇനി ഉയർന്ന ഈമാന് കൊണ്ട് ശ്രദ്ധിക്കാം. ഉയർന്ന ഈമാന് കൊണ്ട്, ഉയർന്ന തഖ്വ കൊണ്ട് നമ്മളെ മുതലിനെ പരലോകത്തേക്ക് ഗുണകരമാക്കി മാറ്റണം. അല്ലാഹു തആല മുതലിനെ ഉയർന്ന ഈമാന് കൊണ്ടും ഉയർന്ന തഖ്വ കൊണ്ടും പരലോകത്തേക്ക് ഗുണകരമാക്കി മാറ്റണം. അത് കൂടുതലുള്ളോല് എന്നുള്ള നിലക്ക് മാത്രമല്ല, ഉള്ളതെത്രയാണോ അതുകൊണ്ട്, ഉള്ളതെത്രയാണോ അതുകൊണ്ട്. ഇപ്പൊ സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാല് അള്ളാഹ് വെച്ച ഒരു മുതലാളിക്കാണ് സക്കാത്ത് ഉള്ളത്. അള്ളാഹ് ഒരു മുതലാളിന്ന് അള്ളാഹ് വെക്കുന്ന പരിധി, നമ്മൾ വെക്കുന്ന പരിധിയല്ല, അള്ളാഹ് വെക്കുന്ന ഒരു പരിധിയുണ്ട്. ഇത്ര നിസാബ് തികഞ്ഞാൽ ഇത്ര സക്കാത്ത് കൊടുക്കണം. ആ നിസാബ് തികയുന്നവനാണ് ആര്? അള്ളാന്റെ വീക്ഷണത്തിൽ മുതലാളി. മനസ്സിലാണ്ടല്ല, ഒരു 590 ഗ്രാം വെള്ളിക്ക് സമാനമായ അതിന് എത്രയാണോ പൈസ, ആ പൈസ കയ്യില് ബാക്കി ഉണ്ടെങ്കിൽ 590 ഗ്രാം വെള്ളി, ആ വെള്ളിക്ക് എത്ര പൈസയാണോ ഉള്ളത്, ആ വെള്ളിയുടെ സമാനമായ പൈസ ഒരാളെ കയ്യില് ഉണ്ടെങ്കിൽ, അത് അയാളെ ചെലവൊക്കെ കഴിഞ്ഞിട്ട്, അത്യാവശ്യമുള്ള ചെലവുകളൊക്കെ കഴിഞ്ഞിട്ട് സമ്പാദ്യമാക്കി നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലത്തിലൊരിക്കൽ അയാൾ അതിന് 2% സക്കാത്ത് കൊടുത്തു തുടങ്ങണം. അപ്പൊ 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 2500 ഉറുപ്പ്യ കൊടുക്കണം. മനസ്സിലാണല്ലോ പറഞ്ഞത്. അങ്ങനെ 2500 ഉറുപ്പ്യ കൊടുക്കുന്ന ഒരാള് 2 ലക്ഷം ഉണ്ടെങ്കിൽ 5000 കൊടുക്കണം, 4 ലക്ഷം ഉണ്ടെങ്കിൽ 10,000 കൊടുക്കണം. അങ്ങനെ അപ്പൊ അതിന് അള്ളാഹു വെച്ച പരിധി നിസാബ് കഴിഞ്ഞാൽ പിന്നെ ഓനൊക്കെ ആരാണ്? അള്ളാന്റെ വീക്ഷണത്തിൽ മുതലാളിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ സക്കാത്തിനേക്കാൾ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് എന്താണ്? സ്വതക്കയാണ്. എന്താണ്? സക്കാത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ ഖുർആനിൽ പറഞ്ഞ സംഗതി സ്വതക്കയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? സ്വതക്ക പറയാനുള്ള കാരണം ഐച്ഛികമായ ദാനം. സക്കാത്ത് എന്ന് പറയുന്നത് ഒരാൾ കൊടുക്കണ ഞാൻ കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല സക്കാത്ത്, മറിച്ച് വേറൊരാളുടെ മുതല് അള്ളാഹ് ഇന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് സക്കാത്ത്. അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. വേറെ ചില ആൾക്കാരെ മുതല് നമ്മളെ കയ്യിൽ തന്നതാണ്, നമുക്ക് അത്ര തരാനില്ല. മനസ്സിലല്ലേ പറഞ്ഞത്? അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി എന്തായാലും കൊടുത്തിരിക്കണം. അതില് ചോദ്യം പറയുന്നില്ല. ഖുർആൻ അല്ലാഹ് പറഞ്ഞ കൊടുക്കാത്ത ഒരാളോട് ഖുദ് മിൻ അംവാലിഹിം, ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ എന്ത് ചെയ്യണം? പിടിച്ചു വാങ്ങണം.
പിടിച്ചു വാങ്ങണം. എന്റെ മുതൽ എങ്ങനെയാണ്, എന്റെ മുതൽ ആരാ, ഞാനത് തന്നാ വാങ്ങല്ല, അങ്ങനെ ഇല്ല. സക്കാത്തിന്റെ കാര്യത്തിൽ അള്ളാഹ് പറഞ്ഞത് എന്താണ്? പിടിച്ചു വാങ്ങണം. കാരണം അത് ആരതല്ല, ഓന്റെതല്ല, ആരാന്റെതാണ്. അങ്ങനെ അത് കൊടുത്ത് ഇപ്പൊ 97% ബാക്കി ഉണ്ടാവും. അപ്പൊ അവനാന്റത് 97% ഉള്ളൂ. അതിൽ നിന്നാണ് എന്ത് കൊടുക്കേണ്ടത്? സ്വതക്ക കൊടുക്കേണ്ടത്. അപ്പൊ സ്വതക്ക കൊടുക്കാൻ അള്ളാന്റെ വീക്ഷണത്തില് കുറെ സ്വത്ത് മുതലുണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ ഉള്ളതിനനുസരിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അതാണ് 5 പൈസ, ഒരു ദിർഹം കയ്യിലില്ലാത്ത, ഒരു അര ദിർഹം കയ്യിലില്ലാത്ത സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറയുന്നത് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട് ക്ലാസ്സുകളിലൊക്കെ. 5 പൈസ അവരെ കയ്യിലില്ല, ഒരു അര ദിർഹം അവരെ കയ്യിൽ, ദീനാർ അവരെ കയ്യിലില്ല. അവര് വന്നിട്ട് റസൂലിനോട് പറയണം, അള്ളാന്റെ റസൂലെ, ഉള്ള ആൾക്കാർ പൈസ ഉള്ളോര് കൊടുക്കുന്നുണ്ട്, അപ്പൊ അവര് കൊടുത്തിട്ട് സ്വർഗാണ് വാങ്ങണത്. കാരണം അത് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ സംഗതിയാണ്. ഇഷ്തറാമിനൽ മുഅ്മിനീന, പിന്നെ സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ മുതല് കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും അവർ സ്വർഗം വാങ്ങുന്നത് ഖുർആൻ ആയത്തുണ്ട്. അപ്പൊ അവര് ഇത് കൊടുക്കുക വഴി നമ്മൾ വാങ്ങുന്നത് സ്വർഗാണ്. മനസ്സിലായി പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അത് ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റി കൊടുക്കുക. അതുകൊണ്ട് സഹാബികൾ വന്നിട്ട് പറഞ്ഞത്, അള്ളാന്റെ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞത്, ഇതാ ഉള്ളോര് കീശയിൽ പൈസ ഉള്ളോര് കൊടുത്തിട്ട് സ്വർഗം വാങ്ങാണ്, ഞങ്ങൾക്കൊന്നുമില്ല റസൂലേ എന്ന് പറഞ്ഞത്. അപ്പൊ റസൂല പറഞ്ഞു, കാരണം അവന് പൈസ ഇല്ലാത്തവനും സ്വതക്കം കൊടുക്കണം. എങ്ങനെ? 5 പൈസ എന്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം? സ്വതക്ക കൊടുക്കണം. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കാണ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, പറഞ്ഞോ സ്വതക്കയാണെന്ന് പറഞ്ഞു. അപ്പൊ പൈസ ഇല്ലാത്തവന് പൈസന്റെ സ്ഥാനത്താണ് എന്ത് ചെയ്യണത്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് വെച്ചു കൊടുക്കണത്. അപ്പൊ പൈസ ഇല്ലാത്തോല് വരെ കൊടുക്കണത്. ഒരു ഉറുപ്പ്യ ഉള്ളവൻ ചിലപ്പോ എന്ത് ചെയ്യേണ്ടി വരും? ഒരു 5 പൈസ എങ്കിലും അല്ലെങ്കിൽ ഒരു 10 പൈസ എങ്കിലും എന്ത് ചെയ്യണം? സ്വതക്ക കൊടുക്കുക. ഒരു ഉറുപ്പ്യ ഉള്ളവൻ, മനസ്സിലായവർ, അതിന് മൂല്യമുള്ള നാട്ടില്. ഇനി അതുമില്ല, സ്വതക്ക കൊടുക്കാൻ പറ്റാ മൂല്യമുള്ള ഒന്നുമില്ലെങ്കിൽ ഓൻ പോലും എന്ത് ചെയ്യണം? സ്വതക്ക കൊടുക്കണം എന്നാ. അതാണ് ആ ഹദീസിൽ നമുക്ക് കിട്ടുന്ന പാഠം. അപ്പൊ ആ രൂപത്തിലാണ് അല്ലാഹു തആല മുതലിനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈമാൻ കൊണ്ടും തഖ്വ കൊണ്ടും, ഈമാൻ ഒരാൾ നിസ്കാരം തുടങ്ങിയിരിക്കുക. ഇനി ഞാൻ വായിക്കാൻ പോണ ആയത്തിലേക്കാണ് വരുന്നത്. ഒരാൾ നിസ്കാരമൊക്കെ തുടങ്ങി, ഭയങ്കര നിസ്കാരമൊക്കെ ഉണ്ട്, ദിക്റും ദുആയൊക്കെ ഉണ്ട്, അയാളെ പിന്നെ രീതികളൊക്കെ മാറി എല്ലാം ഉണ്ട്. പക്ഷെ അങ്ങനൊക്കെ ആയിട്ട് അയാള് സാമ്പത്തിക വിഷയത്തില് ഇപ്പോഴും പഴയ സ്വഭാവം തന്നെ ആയിരിക്കാം. ജമാഅത്തിന് വരാത്ത ഒരാൾ പള്ളിക്കൽ ജമാഅത്തിന് വരൽ തുടങ്ങി. ഖുർആൻ ക്ലാസ്സിന് വരാത്ത ഒരാൾ ഖുർആൻ ക്ലാസ്സിന് വരൽ തുടങ്ങി. നല്ല കാര്യങ്ങളൊക്കെ ഒരാള് സ്വന്തം കാര്യം നോക്കി നടന്നവന് അള്ളാന്റെ ദേവാരംഗത്തും ദീനി രംഗത്തും ഒക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇയാൾക്ക് ഇതിലൊക്കെ മാറ്റം ഉണ്ടായി. പക്ഷെ അയാളുടെ സാമ്പത്തിക കാര്യത്തിൽ എന്തായില്ല, ഒരു മാറ്റം ഉണ്ടായില്ലായിരിക്കാം. ഇയാളുടെ ഈമാന് കൊണ്ട് തഖ്വ കൊണ്ടും അയാൾക്ക് പ്രയോജനം കിട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പൊ ഈമാന് കൊണ്ടും തഖ്വ കൊണ്ടും നമുക്ക് നമ്മളെ മുതലിന്റെ കാര്യത്തിൽ നിലപാടുകളിൽ മാറ്റം ഉണ്ടാകണം. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതാണ് ഹിജ്റയുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് അല്ലാഹു ആ വിഷയം പറയുന്നത്. അപ്പൊ നിങ്ങൾ സൂറത്ത് അൻഫാൽ മറിക്കുക, 8-ാമത്തെ അൻഫാലിലെ 72-ാമത്തെ ആയത്ത്. അൻഫാലിൽ 72. വൈശലായത്ത് വായിച്ചു.
ഈ ആയത്ത് ഈ ആയത്ത് അവതരിക്കുന്ന ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി. എന്താന്ന് ചോദിച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്കും മക്ക വിജയത്തിനുമിടയിൽ നബിന്റെ കാലഘട്ടം വ്യത്യസ്ത കാലഘട്ടം. എല്ലാ കാലഘട്ടത്തിലും ഒരേ നിയമങ്ങളായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യം അടിസ്ഥാന കാര്യം. നബിയുടെ ജീവിതത്തിൽ 23 വർഷക്കാലത്തെ പ്രവാചക ജീവിതത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും ഒരുപോലെയുള്ള നിയമങ്ങളായിരുന്നില്ല ഉണ്ടായിരുന്നത്. മാറ്റം ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണം പറഞ്ഞ കാര്യം. നബിയുടെ ഹിജ്റയ്ക്ക് ശേഷം മക്ക വിജയത്തിന്റെ ഇടയ്ക്കുള്ള കാലം എങ്ങനെ നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി, പിന്നീട് അവർ തിരിച്ച് മക്കയിലേക്ക് മക്ക ഫതഹിന്റെ സമയത്ത് വരികയാണ്. അറിയല്ലോ, ഇതിനിടയ്ക്കുള്ള കാലത്ത് ഈ ഇതര പ്രദേശങ്ങളിൽ അടുത്ത നാടുകളിൽ ആര് തന്നെ ഇസ്ലാം സ്വീകരിച്ചാലും മദീനയിലേക്ക് ഹിജ്റ വരണം എന്ന നിയമം ഉണ്ടായിരുന്നു. മനസ്സിലായ? എങ്ങനെ? ഏതാ കാലഘട്ടം? നബിയുടെ ഹിജ്റയുടെ കാലഘട്ടത്തിന് ശേഷം നബിന്റെ 23 കൊല്ലത്തെ ജീവിതകാലം വിവിധ കാലഘട്ടങ്ങളാണ്. അതിലൊരു ഘട്ടമാണ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. എന്നിട്ട് ഹിജ്റ പോയിട്ട് മദീനയിൽ നിന്ന് നബി മക്ക ഫതഹിന് തിരിച്ച് വരികയാണ്. അപ്പൊ അതിനിടയ്ക്കുള്ള കാലഘട്ടത്തിൽ ഓരോ അടുത്തടുത്ത നാടുകളിലും പ്രദേശങ്ങളിലും ഒക്കെ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. മക്കത്ത് മുസ്ലിമീങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പിന്നെ ത്വായിഫിലുണ്ട്, ഹിജാസിലുണ്ട്, പല ഭാഗത്തും പ്രദേശങ്ങളിലായിട്ട് ഇസ്ലാമിക ദഅവത്ത് ഒറ്റ നിലക്കൊക്കെ നടക്കുന്നുണ്ട്. പല ആൾക്കാരും ഇത് പോയിട്ട് പറയുന്നുണ്ട്. പല ആൾക്കാരും പിന്നെ മക്കത്ത് വരുമ്പോ ഇവര് ഒരു യാത്രക്കാരാണല്ലോ. പൊതുവെ ഇവര് മൊത്തത്തിൽ ഒരു 90% ആരാണ്? യാത്രക്കാരാണ്. അപ്പൊ ഇവരിങ്ങനെ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ വർത്തമാനങ്ങള് ആ നാട്ടിൽ പോയി വരുമ്പോഴാണ് ഇവിടെ അറിയാം. അന്നത്തെ വാർത്താ പിന്നെ സംവിധാനങ്ങൾ ഒരു നാട്ടിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത നാട്ടിൽ അറിയണമെങ്കിൽ മാസങ്ങൾ എടുക്കും. അതെപ്പോഴാ അറിയാം? ഒരു യാത്രാ സംഘം തിരിച്ചു വന്നാലാണ് അറിയാം. ഇവരെ കുടുംബക്കാർ ആരൊക്കെ മരിച്ചു, ആരൊക്കെ പിന്നെ അസുഖബാധിതരായി, എത്ര യുദ്ധം അവിടെ നടന്നു, പിന്നെ എത്ര ആൾക്കാർ കൊല്ലപ്പെട്ടു. ഇത് ഈ വിവരങ്ങളൊക്കെ അറിയല് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്. കാലം പോയ പോക്ക് ഇന്നിപ്പോ നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് എന്തുണ്ടെങ്കിലും നമ്മളെ പേര് റൂമ് കുത്തിരുന്നാൽ വിവരം നമ്മളെ കയ്യിന്റെ ഉള്ളിൽ വരും. അന്നത്തെ കാലത്ത് യാത്ര ഇത് വെറും ഒരു കച്ചവട ചരക്കുകൾ വിൽക്കല് മാത്രമല്ല അന്നുണ്ടായിരുന്നത്. ഈ അന്നത്തെ യാത്രാ സംഘങ്ങള് ഇവിടുന്ന് കുറെ പിന്നെ കാരക്കയും കുറെ ഈത്തപ്പഴവും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോകുന്നു. അവിടുന്ന് കുറെ ചോളം ഗോതമ്പൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നു. ഇങ്ങനെ വെറും ഭക്ഷണങ്ങൾ കൈമാറ്റം ചെയ്യൽ മാത്രമായിരുന്നില്ല. പിന്നെന്തൊക്കെ ഉണ്ടാകും? വിവാഹ ആലോചനകൾ നടക്കും. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകും. അത് നല്ല ബന്ധം ഉണ്ടാകും, ചീത്ത കണക്ഷൻ അതും ഉണ്ടാകും, പല ബന്ധങ്ങളും ഉണ്ടാകും. പിന്നീട് വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. ഒരു യാത്രാ സംഘം തിരിച്ചു വരും, ആൾക്കാർ ഇങ്ങനെ കാത്തിക്കാണ്. എന്തിന്? സാധനം വാങ്ങാൻ മാത്രമല്ല, വാർത്ത അറിയാൻ. നമ്മള് നേരെ രാവിലെ തഹജ്ജുദ് നിസ്കരിക്കാൻ വരെ എണീറ്റാ എന്താ നോക്കുക? വാട്സപ്പ് നോക്കുക, വാർത്ത അറിയണം, എന്താന്നുള്ളത് അറിയണം. നമുക്ക് അപ്പൊ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര അടങ്ങാറാണ് അല്ലെ? അന്ന് രാവിലെ എണീച്ചാൽ മാത്രമല്ല, മാസങ്ങൾ കഴിയണം.
ചിലപ്പോ അത് കൊല്ലങ്ങൾ എടുക്കും. അപ്പൊ ആദ്യം വരണ്ട് വന്നാല് ചോദിക്കുക, പിന്നെ ഇപ്പൊ മക്കത്തിന്റെ വരികയാണ്, അല്ലെങ്കിൽ പിന്നെ ത്വായിഫ് നിന്ന് വരികയാണ്. അപ്പൊ ആ ത്വായിഫിലെ യാത്രാ സംഘം പിന്നെ ഇപ്പൊ മക്കത്ത് നിന്ന് നമുക്ക് ത്വായിഫക്ക് പോകാൻ 45 മിനിറ്റാണ്. ഇപ്പം കാറിൽ ഏസിട്ട് പോകാൻ 45 മിനിറ്റാണ്. ത്വായിഫ് പോയ ആൾക്കാർക്ക് അറിയാം. എന്നാൽ അക്കാലഘട്ടത്തിൽ ത്വായിഫ് നിന്ന് മക്കത്തേക്ക് എത്തണമെങ്കിൽ മാസങ്ങൾ യാത്ര ചെയ്യണം. കാരണം മലകളും കുന്നുകളും ഒക്കെയാണ്. അത് പോയ ആൾക്കാർക്ക് അറിയാം, ചുരം കയറി പോകണം ത്വായിഫക്ക്. അപ്പൊ ആ യാത്ര കഴിഞ്ഞിങ്ങോട്ട് എത്തിയാല് ഇവര് പിന്നെ ഓരോരുത്തരും വന്നിട്ട് സാധനങ്ങൾ വാങ്ങാനല്ല ഇവർക്ക് തിരക്ക്. പിന്നെന്താ തിരക്ക്? എന്റെ ഒരു ബന്ധു അവിടെ ഉണ്ടായിരുന്നു, സുഖമില്ലാതെ കിടക്കായിരുന്നു, അവർ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ, എന്താണ് അവിടുത്തെ വിവരങ്ങൾ, എന്താണ് ഇവരെ വിവരെന്താണ്, മോന്റെ വിവരെന്താണ്, മോളെ വിവരെന്താണ്, ഈ വിവരങ്ങൾ അറിയാനാണ് ഇവർക്ക് ഭയങ്കര തിരക്കുണ്ടാകുക. ആ വിവരങ്ങൾ അറിയും ചെയ്യും, അതോടൊപ്പം ചെയ്യും സാധനങ്ങളും വാങ്ങും, ഒക്കെ വാങ്ങും. അങ്ങനെയാണ് നടക്കുക. ഈ ചില യാത്രാ സംഘങ്ങള് വഴിയിൽ കൊള്ള ചെയ്യപ്പെടും. അങ്ങനെ കൊള്ള ചെയ്യപ്പെട്ടിട്ട് എന്താവും, പല ആൾക്കാരും മരിക്കും. അങ്ങനെ ചിലപ്പോൾ 100 ആളുള്ള യാത്രാ സംഘം പോയാൽ ചിലപ്പം കൊള്ള ചെയ്യപ്പെട്ടിട്ട് ചിലപ്പോൾ 25 ആൾ 30 ആളൊക്കെ തിരിച്ചു വരിക. അതും പല വഴിക്ക് ആൾക്കാർ തിരിഞ്ഞു ഓടിയിട്ടുണ്ടാകും. മരുഭൂമികളിൽ ഒറ്റപ്പെട്ടു പോകും, വഴി അറിയാതായി പോകും. ഇവരെ മുതലൊക്കെ കൊള്ള ചെയ്യപ്പെടും, നഷ്ടപ്പെട്ടു പോകും. ഇവിടുന്ന് ഇവര് യാത്രാ സംഘമാണ് പുറപ്പെടുന്ന വെച്ചോളി. ആ യാത്രാ സംഘം ഇവിടുന്നാണ് പുറപ്പെടുമ്പോ ഭയങ്കര പാട്ടും ഗംഭീരമായ യാത്രയപ്പോ കേൾക്കാറുണ്ടാകുക. കാരണം ആ യാത്രാ സംഘം ഇവിടുന്നാണ് പോവാണ്. കാരണം ഒരു നാട്ടിലെ സ്വത്തും മുതലും ആൾക്കാരെല്ലാവരും കൂടിയാണ് പോവാണ്. കുറെ ചെറുപ്പക്കാരും മക്കളും വയസ്സായ ആൾക്കാരും ഒക്കെ ഉണ്ടാവും ഈ കൂട്ടത്തിൽ. ഇവരാണ്ട് പോവാണ്. അപ്പൊ ചെറിയ കുട്ടികളും സ്ത്രീകളും ഒക്കെ വയസ്സായ തീരെ പോകാൻ വയ്യാത്ത ആൾക്കാരൊക്കെ ഇവരെ നാട്ടിൽ നിന്ന് യാത്ര അയക്കണം. ഈ യാത്രാ സംഘം വേറെ നാട്ടിലെത്തുകയാണ്, അവിടെ ഓരെ സ്വീകരിക്കാതിരിക്കുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചവരൊടുക്ക് വരികയാണ്. എന്നിട്ട് യാത്രാ സംഘം തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുമ്പോ ഇവർക്കുള്ള സാധനങ്ങളൊക്കെ തിരിച്ചു വരികയാണ്, സ്വത്തും മുതലിൽ തിരിച്ചു വരികയാണ്. അപ്പൊ ഈ യാത്രയിൽ ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയ ആൾക്കാരുണ്ടായില്ലാന്ന് വരും. പല ആൾക്കാരും വഴി തന്നെ മരിക്കും. പല ആൾക്കാരും ആ വഴി തന്നെ അവരെ കബറുണ്ടാകുക. ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ അസുഖം ബാധിച്ച് മരിക്കും. കാരണം മാസങ്ങളോളം നീണ്ടു നിൽക്കുക. ഇവിടെ നിന്ന് പോയ പല ആൾക്കാരും തിരിച്ചിങ്ങോട്ട് വരാണ്ടാവൂല. കൊള്ള ചെയ്യപ്പെടുന്നത് വേറെ. അങ്ങനെയുള്ള അക്രമങ്ങൾ ഈ കച്ചവട സംഘത്തിന് നേരെ ഉണ്ടാവും. അപ്പൊ ഇത് ഭയങ്കര ടെൻഷനുള്ള സംഭവമാണ്. ഇതൊരു സംഗതി മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ സംസ്കാരം, ഒരു നാടിന്റെ പൈതൃകം, ഒരു നാടിന്റെ നവോത്ഥാനം, ഒരു നാടിന്റെ സമ്പൽ സമൃദ്ധി, ഇതൊക്കെ അന്നത്തെ യാത്രാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യം. പറഞ്ഞ മനസ്സിലാവണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കാലഘട്ടത്തിൽ നബി പിന്നെ ഹിജ്റ ഇവിടുന്ന് മക്കയിൽ മദീനയിലേക്ക് ഹിജ്റ പോയി പിന്നീട് വരുന്ന ആ കാലഘട്ടത്തിനിടക്ക് ഏത് നാട്ടിൽ ഇസ്ലാം അറിഞ്ഞ ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചാലും, അപ്പൊ ഇതെങ്ങനെ അവിടെ എത്തി എന്നുള്ളത് ഞാൻ പറഞ്ഞത്. ഈ ഇസ്ലാം അവിടേക്ക് എത്തിയത് എങ്ങനെയാണ്? ഇപ്പൊ മദീനത്തിൽ യാത്രാ സംഘം വന്ന് തിരിച്ചു പോകുമ്പോൾ മദീനയിലുള്ള ആ യാത്രാ സംഘത്തിന് പിന്നെ യമനിൽ നിന്ന് വന്നൊരു യാത്രാ സംഘം വിചാരിച്ചോളി, അവരിവിടെ വന്ന് മദീനത്ത് വന്ന് അപ്പൊ ഇവിടെ അപ്പൊ അവർ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇല്ലാത്തൊരു സംഭവം ഉണ്ട്. ആരാണ്? മുഹമ്മദ് നബി കുറച്ച് ആൾക്കാർ ഒരു വിശ്വാസം ഇട്ടിട്ട് മക്കത്തും മദീനത്തേക്ക് ഹിജ്റ വന്നിട്ടുണ്ട്. അപ്പൊ ഇവർ അതിനെപ്പറ്റി അറിയണം, അന്വേഷിക്കുകയാണ്. അപ്പൊ കമ്പോളത്തിലൊക്കെ ചൂടുള്ള ചർച്ച അതാണ്, അവിടുത്തെ ഏറ്റവും വലിയ വാർത്ത അതാണ്. അപ്പൊ അത് ആൾക്കാർ അന്വേഷിക്കാൻ തുടങ്ങി, ആൾക്കാരെ അന്വേഷിച്ചിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പൊ കുറെ ആൾക്കാർ എന്ത് ചെയ്യും? അത് സത്യാന്ന് പറയും, വിശ്വസിക്കും. അങ്ങനെ അവരെന്ത് ചെയ്യും? അവരെ നാട്ടിൽ ചെല്ലും, നാട്ടിൽ ചെന്നിട്ട് അത് അവിടെ പ്രചരിപ്പിക്കും. മനസ്സിലാണ്ട് പറഞ്ഞത്? അങ്ങനെ ഓരോ രാജ്യത്തും ഇസ്ലാം പ്രചരിക്കും. അപ്പൊ ഈ കാലഘട്ടത്തിൽ എവിടെ ഇസ്ലാം പ്രചരിച്ചാലും അവരൊക്കെ എവിടേക്ക് വരണം? ഉടനെ തന്നെ മദീനയിലേക്ക് ഹിജ്റ വരണം. അതിനൊരു പ്രത്യേകമായ ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ 2 വിഭാഗം ആളുകളെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. ഒന്ന് വിശ്വാസികളായി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞു, എന്നിട്ട് ഹിജ്റ പോരുകയും ചെയ്തു. എന്താ ചില ആൾക്കാരുണ്ട്, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ചു, പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഹിജ്റ വരാൻ കഴിയില്ല. അപ്പൊ ഹിജ്റ വരണം എന്നത് അന്നത്തെ നിർബന്ധമായ കൽപ്പനയും നിയമവുമായിരുന്നു. അപ്പം അങ്ങനെ വരാത്ത ആൾക്കാരുണ്ട്, വരുന്ന ആൾക്കാരുമുണ്ട്. അവര് തമ്മിലുള്ള മൈത്രി ബന്ധത്തെ കുറിച്ച് പറയുന്ന ആയത്താണിത്. വായിക്കും. ഇന്നല്ലദീന ആമനൂ വഹാജറൂ വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് والذين آووا ونصروا أولئك بعضهم أولياء بعض والذين آمنوا ولم يهاجروا ما لكم من ولايتهم من شيء حتى يهاجروا
وإن انتصروكم في الدين فعليكم النصر إلا على قوم بينكم وبينهم ميثاق والله بما تعملون بصير. രണ്ട് വിഭാഗം ആൾക്കാർ എന്തൊക്കെയാണ്? ഇന്നല്ലദീന ആമനൂ വഹാജറൂ വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. വിശ്വസിച്ചു, ഹിജറ ചെയ്തു, അള്ളാഹിന്റെ മാർഗത്തിൽ മുതലുകൊണ്ടും സ്വന്തം ശരീരം കൊണ്ടും ധർമ്മസമരം യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഒരു വിഭാഗം. രണ്ട്, വല്ലദീന ആവൗ വനസറു, അവർക്ക് അഭയം നൽകുകയും അവരെ സഹായിക്കുകയും ചെയ്തു. ഉലൈക ബഅദുഹും ഔലിയാഉ ബഅദ്, അവരാണ് പരസ്പരം എന്ത് ഉറ്റമിത്രങ്ങൾ. അതായത് വിശ്വസിച്ചു, എന്നിട്ട് എന്താക്കി? അവര് ഹിജറ ചെയ്തു, നാട് വിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ നാട് വിട്ട് വരുമ്പോ എന്തുണ്ട്? ഹിജറ എന്ന് പറഞ്ഞാൽ എന്താ? ഹിജറ എന്ന് പറഞ്ഞാൽ സമ്മതിക്കൊന്നുമില്ല നാട്ടുകാര്. ഒളിച്ചോട്ടമല്ല ഹിജറ. ഹിജറ ഒരു ഒളിച്ചോട്ടമല്ല. ഹിജറിന്റെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. ഹിജറ എന്താണ്? ഹിജറ ശരിക്കും അവിടുന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഞാൻ പ്രഖ്യാപിച്ചു, അപ്പൊ ജീവിക്കാൻ അനുവദിക്കണില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഇത് പറഞ്ഞ ആൾക്കാർ കൂടെ ഉള്ളൂ, ഞാൻ അവിടെ ഒറ്റപ്പെട്ടവനാണ്, അപ്പൊ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ എന്റെ കൂടെ 2-3 ആൾക്കാരേ ഉള്ളൂ, ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ ഒരു സ്വാതന്ത്ര്യം ഇല്ല. അവിടെ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരെ വിശ്വാസം അനുസരിച്ച് ജീവിക്കണം. ഈ വിശ്വാസം പറ്റൂല, അപ്പൊ എന്താ ചെയ്യാ? സമ്പത്ത് മുതല് അവിടെ ഇട്ടുകൊടുത്തിട്ട് പോണ്ടി വരും. മുതലിലെ അഫു മാഫിയത്താ പറയണത്, മനസ്സിലാക്കണം. മുതല് അവിടെ ഇട്ട് കൊടുത്തിട്ട് പോരേണ്ടി വരും. മക്കളെയും കുടുംബത്തെ അവർ ഇട്ടെടുത്തിട്ട് പോരേണ്ടി വരും. മനസ്സിലാണ്ട് പറഞ്ഞത്? ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ചു, കാലതാണ് ഏത്? ഹിജറയ്ക്ക് ശേഷം മക്ക വിജയത്തിന്റെ അടിയുള്ള കാലാണ്. അപ്പൊ എന്താണ് ആയത്ത്? ഇവരെന്ത് ചെയ്യണം? അവിടുന്ന് എവിടേക്ക് വരണം? മദീനയിലേക്ക് ഇങ്ങോട്ട് വരണം. മദീനയിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആ മുതൽ അവിടെ ഇട്ടിട്ട് പോരേണ്ടി വരും. മുതല് കച്ചവടാക്കിയിട്ട് പോരാൻ നിന്നാൽ കച്ചവടാവൂല. പിന്നെന്ത് ചെയ്യേണ്ടി വരും? അവനാന്റെ മക്കളെയും കുടുംബത്തെ ഒഴിവാക്കി വരേണ്ടി വരും. മനസ്സിലായിട്ട് പറഞ്ഞത്? എന്തിനാണത്? അവർക്ക് ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. അവർക്ക് മക്കയിലും മദീനയിലും ഇറങ്ങുന്ന ഇസ്ലാമികമായ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ആ നാട്ടിൽ സൗകര്യം ഉണ്ടാവില്ല. മനസ്സിലായിണ്ട? എന്നിട്ട് വരാൻ പറഞ്ഞ എന്തിനാന്നറിയോ? ഞമ്മക്ക് സ്വത്തും കൊടുക്കണ്ട, മുതലും ഇടണ്ട, ഒന്നും ഇടണ്ട, ഒക്കെ അവിടെ ഉണ്ടാവും. എന്നിട്ടും ഖുർആൻ ക്ലാസ്സിന് വരാൻ ഞമ്മക്ക് സമയമില്ല. നമ്മളെ ഈമാനും ഓലെ ഈമാനും നോക്കണം. പറഞ്ഞ വിഷയം ശരിക്കും മനസ്സിലാക്കണം. എന്തിനാണ് ഒരാള് ദൂരദേശത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചാൽ അവരോട് മദീനയിലേക്ക് വരൽ നിർബന്ധാക്കാനുള്ള കാരണം എന്താ? ഇവർക്ക് ഇപ്പൊ ഇവിടുന്ന് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി കിട്ടിയിട്ടേ ഉള്ളൂ. അതിന്റെ ബാക്കി ഇവർക്ക് അറിയില്ല. ഇറങ്ങുന്ന ആയത്തുകൾ ഇവർക്ക് അറിയില്ല. ദീനിന്റെ ബാക്കി കാര്യങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോഴും അത് ഇറങ്ങുന്നതോട് കൂടിയിട്ട് അതെന്തായി? മതപരമായ നിയമമായിട്ട് മാറി. അത് അറിയണമെങ്കിൽ പഠിക്കണമെങ്കിൽ എവിടേക്ക് വരണം? ഇവിടെ സൗകര്യമുള്ളൂ, അങ്ങോട്ട് വരണം. വിഷയത്തിന്റെ ഗൗരവങ്ങൾ നോക്കണം എന്താന്നുള്ളത്. അപ്പൊ ഇത് ഈ സ്വത്തും മുതലും ആണോ, ഈ മക്കളും കുടുംബം ആണോ പ്രധാനം? അതല്ല, ഈ ദീന് പഠിക്കാൻ ദീനുള്ള സമൂഹത്തിലേക്ക് വന്നിട്ട് മദീനത്ത് വന്നിട്ട് സ്വഹാബികളെ കൂടെ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചിട്ട് അവിടെ കഷ്ടപ്പാടും പട്ടിണിയാണെങ്കിൽ പട്ടിണി കിടന്നിട്ടെങ്കിലും എന്ത് ചെയ്യാ? ഈ ദീന് പഠിക്കാൻ മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലാകണ്ട ഞാൻ പറയണത്? അതാ വെറുതെ തലാട്ടെ. വിഷയം മനസ്സിലായ? എന്താ മനസ്സിലാണത്? ഈ ഖുർആൻ ക്ലാസ്സിൽ വരേണ്ട കാര്യം പറഞ്ഞത്, ദീന് പഠിക്കേണ്ട ആവശ്യകത പറഞ്ഞത്. ഈ ദീന് പഠിക്കാൻ ഇറങ്ങി പുറപ്പെടാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ആ സ്വത്തിനും സമ്പത്തിനും മുതലിനും നമ്മളെ അഖിലിനൊന്നും ഒരു മാഫിയത്തും ഇല്ലാന്നാണ് ഈ പറയണത്.
എന്നിട്ട് അള്ളാഹ് പറഞ്ഞു നോക്കി ഇനി വല്ലദീന ആമനൂ വിശ്വസിച്ചു വലം യുഹാജിറൂ പക്ഷെ അവർ ഹിജ്റ വന്നില്ല. എങ്ങനെ എങ്ങനെ വിശ്വസിച്ചു പക്ഷെ അവരെന്ത് ചെയ്തില്ല? ഹിജ്റ വന്നില്ല. മാലകും മിൻ വിലായത്തിൻ മിൻ ഷൈഇൻ ഹത്താ യുഹാജിറൂ അവർ ഹിജ്റ വരുന്നത് വരെ നിങ്ങൾക്ക് യാതൊരു സംരക്ഷണ ബാധ്യതയുമില്ല. എങ്ങനെ അവർ ഹിജ്റ വരുന്നത് വരെ നിങ്ങൾക്ക് അവരുടെ കാര്യത്തിൽ ഒരു സംരക്ഷണ ബാധ്യതയും നിങ്ങൾക്കില്ല. മനസ്സിലായിണ്ട? എന്താ അതിന്റെ കാരണം? രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഇവര് അവിടെ ജീവിച്ചാൽ ചിലപ്പോ അവിടെയുള്ള ആൾക്കാർ ജീവിക്കാൻ സമ്മതിക്കൂല. അവ പെട്ടെന്ന് എന്ത് ചെയ്യും? തട്ടിക്കളയും. മനസ്സിലാണ്ട പറഞ്ഞ തട്ടിക്കളയും. അപ്പം അതിന് അവിടേക്ക് ഇവരെല്ലാരും കൂടി ഇവിടെ നിന്ന് പോയിട്ട് ഇപ്പൊ ആ നാട്ടില് ഒരു കുറച്ച് ആൾക്കാർ വിശ്വാസികളായി അവർക്ക് സംരക്ഷണം കൊടുക്കണം. നമ്മളെ നാട്ടിൽ ഇസ്ലാമിലേക്ക് ഒരു മുസ്ലിം കടന്നു വന്നാൽ ആ മുസ്ലിമിന് സംരക്ഷണം കൊടുക്കൽ ആരെ ബാധ്യത? മുസ്ലിമീങ്ങളെ ബാധ്യതയാണ്. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ഒരു അമുസ്ലിം ഇസ്ലാമിലേക്ക് കടന്നു വന്നു, നമ്മൾ ഒരാളെ എന്ത് ചെയ്യാൻ പാടില്ല? ഇസ്ലാമിലേക്ക് നിർബന്ധിക്കാൻ പാടില്ല. ഈ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാല് ചെല്ലട കരിമ എന്നുള്ള ആ വർത്താനം ഇസ്ലാമിലില്ല. ആ വർത്താനം ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ എന്താന്ന് വെച്ചാൽ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കാന്നുള്ള മാത്രമേ ഉള്ളൂ. ഒരാളെയും ഇസ്ലാമിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാൻ പാടില്ല. മതം മാറ്റാൻ പാടില്ല. മതം മാറ്റം ഇസ്ലാമിക വിരുദ്ധമാണ്. മതം മാറ്റം ഇസ്ലാമിക വിരുദ്ധമാണ്. ഒരാളെ നിർബന്ധിച്ച് മതത്തിലേക്ക് മാറ്റാൻ പാടില്ല. മതം മാറലേ ഇസ്ലാമിലുള്ളൂ, മതം മാറ്റലില്ല. എങ്ങനെ മതം മാറലാണ് ഇസ്ലാമില്, മതം മാറ്റം ഇസ്ലാമിലില്ല. മതം മാറ്റൽ നിർബന്ധിച്ച് മതം മാറൽ ഇസ്ലാമിൽ പാടില്ല. തെറ്റാണ്. ഖുർആനിലുണ്ട്. ഒരാള് ഇസ്ലാമിനെ പറ്റി സ്വന്തം പഠിച്ചു മനസ്സിലാക്കി, അപ്പൊ അയാൾക്ക് തോന്നുകയാണ് എന്ത്? ഇസ്ലാം സ്വീകരിക്കണം. അങ്ങനെ അയാൾ സ്വമേധയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന റസൂലുള്ളാഹി പറഞ്ഞു. അങ്ങനെ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ ആ വ്യക്തിയെ സംരക്ഷിക്കൽ ആരെ ബാധ്യതയാണ്? ഒരു പുതുമുസ്ലിം കൊല്ലപ്പെട്ടാൽ അയാൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത മുസ്ലിമീങ്ങൾ നാളെ പരലോകത്ത് ഇയാളുടെ മരണത്തിന് മറുപടി പറയും. ഒരു സംശയം. എങ്ങനെ പൊന്നാനിയിൽ അങ്ങനെ ഒരു സ്ഥലം നമ്മൾ പറയണ്ട. ഞാൻ പറയാം, ഒരു കേന്ദ്രം, ഒരു സ്ഥലം നമ്മൾ പറയണ്ട. നമ്മളെ ഒരു അമുസ്ലിമിനെ സംരക്ഷിക്കാൻ പൈസ കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾ ഒരു ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് അവർക്കൊരു രാജ്യത്ത് ചില പ്രത്യേകമായ കേന്ദ്രങ്ങൾക്ക് ഭരണ അനുമതി ഉണ്ട്, അവർക്ക് താമസിക്കാനും ഒക്കെ ഉള്ളത്. അതിൽ പെട്ടതാണ് ഈ പൊന്നാനിയിലൊക്കെ ഉള്ളത്. മതപരമായ രാജ്യത്ത് അനുമതിയുള്ള ചില കേന്ദ്രങ്ങളാണ്. മതത്തെ കുറിച്ച് പഠിക്കാനും വരുന്ന ആളുകൾ. അങ്ങനെയുള്ള കേന്ദ്രങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുമോ എന്നല്ല ചോദിക്കുന്നത്. സഹായിക്കാം. എന്താ സഹായിക്കാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ പറഞ്ഞു വരുന്ന ആൾക്കാരല്ലേ, അവരെ സഹായിക്കണം. ഇനി അവിടെ മാത്രമല്ല, വേറെയും കുറെ കേന്ദ്രങ്ങൾ, അങ്ങനത്തെ കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളെ സഹായിക്കുന്നതിനെന്തില്ല, കാരണം അത് മുസ്ലിമീങ്ങളെ, ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മുസ്ലിമീങ്ങളെ സഹായിക്കണം. പക്ഷെ അവിടെ ഖുറാഫാത്തുകളും ഷിർക്കുകളും ഒക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. കാരണം ഷിർക്കിൽ നിന്ന് ഷിർക്കിലേക്ക് ഒരു മതം മാറ്റം ഇല്ലല്ലോ. ഉണ്ടോ? ഷിർക്കിന്ന് ഷിർക്കിലേക്ക് ഒരു മതം മാറ്റമില്ല. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതേ സമയത്ത് അത്തരം കേന്ദ്രങ്ങളിൽ ആദ്യത്തെ ഒരു ഭാഗം എന്ന നിലക്ക്, ഒരു പ്രാഥമികമായ ഘട്ടം എന്ന നിലക്ക് മാറി വരുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ മാറി വരുന്ന ആൾക്കാർ പിന്നീട് എന്ത് ചെയ്യും? അവർ എവിടേക്കാണോ അവര് ചെന്നെത്തിപ്പെടുന്നത് അവിടെയായിരിക്കും അവരുടെ ബാക്കിയുള്ള കാര്യം തീരുമാനിക്കപ്പെടുക. എന്ന് പറഞ്ഞാൽ പല ഉദ്ദേശത്തിന് മതം മാറുന്ന ആൾക്കാരുണ്ട്.
ഒരു മുസ്ലിമായ പെൺകുട്ടിയെ പ്രേമിച്ചു, ഓളെ കല്യാണം കഴിക്കണമെങ്കിൽ എന്ത് വേണം? മുസ്ലിം. അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഇസ്ലാമിൽ പെട്ടതാണോ? അല്ല. ആ ഇസ്ലാം സ്വീകരണം അവൻ യഥാർത്ഥ മുസ്ലിമാണോ? അല്ല. കാരണം നീയത്ത് മാറി. ഇത് മാറി, നീയത്ത് മാറി. നീയത്ത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നീയത്താണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. മനസ്സിലായി പറഞ്ഞത്? അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയാൽ ഒരുപാട് സാമ്പത്തിക സഹായമൊക്കെ കിട്ടും. അങ്ങനെ സാമ്പത്തിക സഹായം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ മാറി. അങ്ങനെ പല കാരണങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണ്ടേ? മതം ആൾക്കാർ മാറുന്നുണ്ട്. അതൊന്നുമല്ല ഈ പറഞ്ഞത്. അതൊക്കെ അവരുടെ ഉദ്ദേശവും അവരുടെ നിയ്യത്ത് എന്താണോ അതിനനുസരിച്ചിട്ടാണ് അള്ളാഹുവിന്റെ അടുക്കൽ അതിന് സ്വീകാര്യതയുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ ആയത്തിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു നാട്ടില് ഇസ്ലാം സ്വീകരിച്ചാൽ അവർ മദീനയിലേക്ക് വരാനുള്ള രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അവർക്ക് ചിലപ്പോൾ അവർ സംരക്ഷണം കിട്ടൂല. അപ്പൊ ഇവിടെ വന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് സംരക്ഷണം. കാരണം മുസ്ലിമീങ്ങൾ കൂടുതലുള്ള പ്രദേശമാണ്. അവിടെ വരുമ്പോൾ അവർക്ക് സംരക്ഷണം ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്താണ്? അവിടെ നിന്നാൽ അവർക്ക് ദീന്, ഇനി ഇറങ്ങുന്ന ദീൻ എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ